ഇടയ്ക്ക് ഒരു ട്രയൽ റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ റിഗാർഡിങ് 8 months, ഇനി അങ്ങോട്ടുള്ളൊരു 8 മാസത്തെ പറ്റിയിട്ട്. ചെറിയൊരു റീലാണ്, ബട്ട് ഐ ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് അബൌട്ട് ദാറ്റ് റീൽ. സോ ഞാൻ വിചാരിച്ചൊരു വീഡിയോ തന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യാന്നുള്ള കാര്യം. അതായത് ഇനി അങ്ങോട്ടുള്ള 8 മാസം, അതായത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ ഒരു 8 മാസം ഇറ്റ്സ് ഇനഫ്. അതായത് ഞാൻ എൻ്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ 365 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ നിന്ന് അങ്ങോട്ടേക്കാണ് എൻ്റെ ഒരു എന്താ പറയുക, എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഒരു ഹോപ്പ് വന്നത് ദാറ്റ് ഐ ക്യാൻ ഓൾസോ ബി സംതിങ് ഇൻ ദാറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം ഫ്രം എ വില്ലേജ്. ലൈക്ക് നമ്മുടെ ഇവിടെ ഒന്നും എന്താ പറയുക സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ വെളിയിലുള്ള ആൾക്കാരിനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണുമ്പോഴായിക്കോട്ടെ, യൂട്യൂബിൽ നിന്ന് ആയിക്കോട്ടെ, യൂട്യൂബേഴ്സിനെ കാണുമ്പോഴായിക്കോട്ടെ, ലൈക്ക് വി വിൽ ഫീൽ ലൈക്ക് വാവ് ദേ ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കണ്ടിരിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലൊന്നും ആവാൻ പറ്റില്ല എന്നൊരു സറൗണ്ടിങ്ങിൽ നിന്നാണ് ഞാൻ വരണേ. സോ എന്നെ സംബന്ധിച്ചോളം ഐ വാണ്ട് ടു ബി സംതിങ് ദർ. ബിക്കോസ് പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് ചെയ്തെടുക്കാൻ എനിക്ക് എപ്പോഴും അത് പണ്ട് മുതലേ എനിക്കൊരു ഒരു ത്വരയാട്ടോ. ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും, ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ എന്താ പറയുക. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒട്ടും എന്തായാലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എങ്ങനെങ്കിലും ചെയ്തെടുത്ത് അത് കിട്ടുമ്പോഴുള്ളൊരു അഡ്രിനൽ റഷ് ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു പ്രോസസ്സിലുള്ളൊരു അഡ്രിനൽ റഷ് ഉണ്ടല്ലോ. ത്രൂ ഔട്ട് ദ പ്രോസസ് ആൾക്കാർ നമ്മളോട് പറയും നടക്കില്ല കിട്ടില്ല, ഇതിന് പിന്നാലൊന്നും പോകണ്ട. ബട്ട് സ്റ്റിൽ ഞാനത് എങ്ങനെയെങ്കിലൊക്കെ അത് ചെയ്ത് ലാസ്റ്റ് എനിക്കിത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അഡിക്ഷൻ ആണ്. അല്ലെങ്കിൽ എന്നെ എന്താ പറയുക, വെൻ ഐ വാസ് മൈ 8th, അതിന് സ്റ്റാർട്ടിങ് എപ്പോഴാണെന്നറിയോ, ഒരു ഇത് മാത്രം പറയാം. നമ്മുടെ സ്കൂൾസിലൊക്കെ SPC ഉണ്ടാവും. എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ എന്താ പറയുക അത്ര ഞാൻ സ്പോർട്സിൽ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഫിറ്റ്നസ് അല്ലെങ്കിൽ അതിനനുസരിച്ച് വേണ്ട ഒരു ബോഡിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ച് ഹൈറ്റും വെയിറ്റും സ്പോർട്സും എല്ലാം 2-3, പിന്നെ അതല്ലാതെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. മീൻസ് അതും ഫിസിക്കൽ ടെസ്റ്റും അതേപോലെ റിട്ടേൺ ടെസ്റ്റും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ SPCയിലോട്ടുള്ള ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ഞാൻ പഠിച്ചതാണെങ്കിൽ മോയിൻസ് സ്കൂളിലാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പാലക്കാട് മോയിൻസ് സ്കൂൾ അത്യാവശ്യം നിറയെ പിള്ളേരാണ്, ഫുൾ ഗേൾസ് സ്കൂളാണ്. അപ്പോൾ അത്രയും പിള്ളേരാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു 10 എത്രയോ ആൾക്കാർ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, 10-40 പേരാണ് കേട്ടോ ഫിൽട്ടർ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. സോ എനിക്കത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു റീസൺ ആ ഒരു എന്താ പറയാ ആ പോലീസിന്റെ ആ ഒരു ഡ്രസ്സ് ഇടാലോ, അതൊന്ന്, ആ യൂണിഫോം ഇടാൻ ഒന്ന്. രണ്ടാമത്തെ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടാവും, അത് രണ്ടാമത്തെ. അപ്പോൾ ആ മെയിനായിട്ട് ആ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പരേഡിനൊക്കെ പോവാം, ഇൻഡിപെൻഡൻസ് ഡേക്കും കാര്യങ്ങളൊക്കെ പരേഡിനൊക്കെ പോവാം. ആൻഡ് നമുക്ക് ആ ഒരു എനിക്കെന്തോ അതിന് വേണ്ടി തന്നെയാണ്. പിന്നെ ഓൾസോ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്കൊരു ആളാവാൻ പറ്റും. മീൻസ് അങ്ങനെ കിട്ടിയിട്ട് പോകുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ച് ആളാവാലോ, ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ തിങ്കിങ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ പാരൻസിന് അത് ഇഷ്ടമാണെന്ന് എനിക്ക് അതിനോട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ ചെയ്തു പോകുമ്പോൾ എനിക്ക് അവരുടെ കണ്ണിൽ കിട്ടുന്ന ഒരു പ്രൗഡ്നെസ് ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടും. അപ്പോൾ പക്ഷെ ഇത് കിട്ടുന്ന ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എനിക്ക്. ഐ നോ ദാറ്റ് ബിക്കോസ് എനിക്ക് റിട്ടേൺ ടെസ്റ്റ് ഒന്നും ആ സമയത്തൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് നേരെ എനിക്ക് മലയാളം എഴുതുമ്പോൾ മിസ്റ്റേക്സ് വരലുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും കിട്ടുമൊന്നുമില്ല, മലയാളത്തിലാണ് എഴുതേണ്ടത്. സോ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ എന്താ പറയുക, എന്നാലും ചെയ്തെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് ലാസ്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത്. അതായത് പറ്റില്ല എന്ന് പറയുന്ന കാര്യം എല്ലാവരും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയുമല്ലോ, ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോണേ ഒരു 4-5 ആളെ കൂടിയിട്ടൊക്കെയാണ് പോകുന്നത്. ബട്ട് ഇത് ലാസ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ 2ാമത്തെ പേര് എൻ്റെ ആയിരുന്നു പബ്ലിഷ് ചെയ്ത സമയത്ത്. അതായത് ആ ഒരു മൊമെന്റിൽ എനിക്ക് ആ ഒരു ഫീൽ, അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും കുഞ്ഞു ലൈഫിൽ ഓരോരോ മൊമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ലൈഫിൽ എന്താ പറയുക പറ്റില്ല എന്ന് പറഞ്ഞൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു അഡ്രിനൽ റഷ് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് റീസൺ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഒരു ഹോപ്പ് വന്ന് ഈ 365 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ, അതായത് ഫെബ്രുവരി മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 116ാമത്തെ ദിവസം സംതിങ്, അതായത് 3 മാസം സംതിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഒരു 3 മാസത്തിൽ എനിക്ക് എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ കരിയറിനെ കുറിച്ച് ഇത്രയ്ക്ക് വലിയൊരു ഹോപ്പ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ വലിയ ലെവലൊന്നും ചെയ്തില്ല, ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്തു, 5 AM എണീക്കുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ എണീക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടാണ് എണീക്കുന്നത്, ഫ്രീ അല്ല. കാരണം ഞാൻ എപ്പോഴും രാത്രി വൈകി കിടന്ന് രാവിലെ വൈകി എണീക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റുട്ടീൻ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. ചില സമയത്തൊക്കെ രാവിലെ ഉറങ്ങാൻ പറ്റാതെ ഞാൻ ചില സമയത്തൊക്കെ 5:30 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ എന്നാലും ഞാൻ ഒരു ടൈം മെൻഷൻ ചെയ്തിട്ട് തന്നെയാണ് ഇടുന്നത്. എന്താ പറയുക, അത്രയും ബുദ്ധിമുട്ട്. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ വലിച്ചെണീപ്പിക്കുവാണ് ആ ഒരു രീതിയിലൊക്കെ. ഞാൻ ചിലപ്പോൾ ആഫ്റ്റർനൂണിൽ ഒരു 1 hour ഒരു ഓഫീസിൽ പോവാത്ത സമയത്ത് ഒരു 1 hour 2 hour സ്ലീപ്പ് എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ, പക്ഷെ രാവിലെ എങ്ങനെയെങ്കിലൊക്കെ വലിച്ചെണീപ്പിക്കലാണ്. അപ്പോൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ഒരു ടൈം. പിന്നെ എൻ്റെ വീഡിയോസ് ഡെയിലി പോസ്റ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ മാത്രം എൻ്റെ സോഷ്യൽ മീഡിയ, അതായത് ഇതല്ലാതെ ലേണിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എക്സ്ട്രാ. ബട്ട് ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു 3 മാസം ഞാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയുള്ളൊരു 8 മാസം വൈ നോട്ട്.
അതായത് അതിപ്പോൾ എന്തും ആയിക്കോട്ടെ കേട്ടോ, ഞാൻ ഒരിക്കലും ഒരു കാര്യം എന്ന് പറയല്ല. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ, ഇനി അതല്ല നിങ്ങൾ പേഴ്സണലി ബ്രോക്ക് ആയിട്ടിരിക്കുക ആയിക്കോട്ടെ, ഹെർട്ട് ബ്രേക്ക് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്താ പറയുക ഫിറ്റ്നസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പ് ഷെഡ്യൂൾ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു മെന്റലി നിങ്ങളുടെ ഒരു ക്ലാരിറ്റി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവയർനെസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്തും നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിൽ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തൊരു ചേഞ്ചും ഈ ഒരു 8 മാസം ഞാൻ ഒരിക്കലും പറയില്ല ബാക്കിയൊക്കെ നിങ്ങൾ വിട്ടേക്കോ എല്ലാം. അതായത് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ 2 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് എന്താവും, മാന ചേന ലൈക്ക് ഇനി പാസ്റ്റ് ഇങ്ങനെയായിരുന്നു ഒക്കെ വിട്ടേക്ക്. ഈ ഒരു 8 മാസം ഒരു ഫ്രഷ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് എന്ത് കിട്ടും ഇല്ല, ആരൊക്കെ കൂടെ ഉണ്ട് ആരൊക്കെ കൂടെ ഇല്ല, ആരൊക്കെ ഉണ്ടാവും ഇനി ആരൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ബോധർ ചെയ്യാതെ ഈ 8 മാസം കണ്ണടച്ച് പണിയെടുക്കാൻ 10-11 മിനിറ്റിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തു. ആദ്യത്തെ ഒരു 4-5 മിനിറ്റ് ഓഡിയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് പകുതി വീഡിയോക്ക് വോയിസ് ഇല്ല. ഈ മൈക്ക് എപ്പോഴും ചതിക്കുകയാണ്. എന്തല്ലേ ചോക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം. ബട്ട് ഇതെന്താ സംഭവം എന്നറിയോ, ഞാൻ അപ്പൊ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ഫ്ലോ ഞാൻ ഇങ്ങനെ പോയിന്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തില്ല. ഒരു ടോപ്പിക് അതിന്റെ മൈൻഡിൽ വരുന്നത് ഞാൻ ആ ഒരു ലെവലിൽ പറഞ്ഞു പോകാ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ആ പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ ഈ വീഡിയോനകത്ത് വരുന്നുണ്ടാവാം. അങ്ങനെ ഒരു എനിക്ക് വരലുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ അവിടെ പറഞ്ഞു തന്നൊരു കാര്യം, ഒരു 8 മാസം ലൈക്ക് ഒന്നും നോക്കണ്ട പണിയെടുക്കുക. അങ്ങനെ നിങ്ങൾ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പത്തെ നിങ്ങളായിരിക്കില്ല 8 മാസം കഴിയുമ്പോൾ ഉള്ള നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ